ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഇന്ന് നമ്മൾ ജെറുസലേമിൽ കാണാൻ പോകുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസ്ക മോസ്കും ഡോം ഓഫ് ദ റോക്കും ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന തടിപ്പാലത്തിൽ കൂടി വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. ജെറുസലേമിൻ്റെ ഒരു പിക്ചർ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ജെറുസലേമിൽ എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ സ്വർണ്ണ താഴികക്കുടം പോലത്തെ ബിൽഡിങ്. നമുക്കത് അടുത്ത് പോയി കാണാം. ഈ അലസ്ക മോസ്കും ഡോം ഓഫ് ദ റോക്കും സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏകദേശം 14 ഏക്കറോളം വരും. അതും 12 നോൺ സീൽഡ് ഗേറ്റുകളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. നമ്മളിപ്പോൾ പ്രവേശിച്ച ഗേറ്റിൻ്റെ പേര് മോസ് ഗേറ്റ് എന്നാണ്. ഈ മോസ് ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ വിസിറ്റേഴ്സിന് മാത്രം അലൗഡ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ്. അതുപോലെ തന്നെ അന്യമതസ്ഥർക്ക് മാത്രം അലൗഡ് ആയിട്ടുള്ള ഗേറ്റാണ്. നമുക്ക് എൻട്രൻസ് മാത്രമേ ഉള്ളൂ ഇതിലേക്കൂടെ. എക്സിറ്റ് നമുക്ക് ഏത് ഗേറ്റിൽ കൂടെ വേണമെങ്കിലും പോകാം. ഇതിന് തൊട്ട് താഴെയാണ് വിലാപമതിലുള്ളത്. യഹൂദർ പ്രാർത്ഥിക്കുന്നത് നമുക്കിവിടെ നിന്നാൽ കാണാം. അതായത് തകർക്കപ്പെട്ടു പോയ പഴയ ജെറുസലേം ദേവാലയത്തിൻ്റെ അവശേഷിക്കുന്ന ഒരു മതിൽ മാത്രമാണ് ഇത്. ആ മതിലിൽ വന്നാണ് തലമുട്ടിച്ച് യഹൂദർ പ്രാർത്ഥിക്കുന്നത്. വിലാപമതിലിന് മുകളിൽ കൂടിയാണ് ഈ തടിപ്പാലം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിലാപമതിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കും ഈ ഡോം ഓഫ് ദ റോക്ക് വിസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു തടിപ്പാലമാണിത്. നല്ല ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലം കൂടിയാണിത്. എസ്പെഷ്യലി സ്ത്രീകൾ ഇവിടെ വരുന്ന സമയത്ത് ഫുൾ സ്ലീവും ലോങ് സ്കേർട്ടും തലമറയ്ക്കാനായിട്ടുള്ള ഷോളും ഒക്കെ കൊണ്ടുവരണം. കമ്പൽസറിയാണ് ഇവിടെ. അല്ലെങ്കിൽ പർദ്ദ പോലുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ധരിച്ചിരിക്കുന്നതെന്ന് ഉള്ളത് കമ്പൽസറിയാണ്. ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സല്ല ഇട്ടുകൊണ്ട് വന്നത്, പക്ഷേ അവർ നമുക്ക് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ലോങ് സ്കേർട്ടും ഷോളും ഒക്കെ ഇവിടുന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എനിക്ക് തന്നു. ഞാനതൊക്കെ ഇട്ടാണ് ഈ പോകുന്നത്. ഫൈനലി നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വാവ്, എത്ര ബ്യൂട്ടിഫുള്ളാണ്! ഈ സുന്ദര നിർമ്മിതി ആദ്യമായി പണിയെടുപ്പിച്ചത് AD 691-692 കാലഘട്ടത്തിലാണ്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉമൈദ് ഖാലിഫ് അൽ മാലിക്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ടെമ്പിൾ മൗണ്ടിൻ്റെ ഒത്ത നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത നിർമ്മിതിയാണിത്. പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതും വിധം വളരെ ഭംഗിയുള്ള ഒരു നിർമ്മിതി. എന്നാൽ ഭംഗിക്ക് പുറമെ ആത്മീയവും മതപരവുമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൂടി ഈ ഡോം ഓഫ് ദ റോക്കിനുണ്ട്. 3 മതവിശ്വാസങ്ങളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ സ്ഥലം ഓരോ മതങ്ങളുമായിട്ടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഈ ഡോം ഓഫ് ദ റോക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ദാവീദ് രാജാവിൻ്റെ മകനായ സോളമൻ രാജാവ് എല്ലാവിധ ദൈവഹിതങ്ങളും അനുസരിച്ച് യഹൂദരുടെ ജെറുസലേം ദേവാലയം പണികഴിപ്പിച്ചത്. എന്നാൽ ആ ദേവാലയം ബാബിലോൺ തകർക്കുകയും ചെയ്തു. എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവഹിതമനുസരിച്ചുള്ള ഏക ദേവാലയ സ്ഥാനമായിരുന്നു ഇത്. എന്നാൽ ക്രിസ്തീയ മതവിശ്വാസപ്രകാരം ഉന്നയിക്കുന്ന അവകാശവാദം മറ്റൊന്നാണ്. അതായത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പിക്കാൻ കൊണ്ടുവന്ന മോറിയ മല ഇതാണ് എന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ മുസ്ലിം മതവിഭാഗത്തിന് മക്ക മദീന കഴിഞ്ഞാൽ അവരുടെ പുരാതനമായിട്ടുള്ള ആരാധനാ ആലയമായിട്ടാണ് അവർ ഡോം ഓഫ് ദ റോക്കിനെ കാണുന്നത്. മുസ്ലിം വിഭാഗം പറയുന്നത് തങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർഗാരോഹണം ചെയ്യുകയും പിന്നീട് ഭൂമിയിലേക്ക് വന്നിറങ്ങുകയും ചെയ്തത് ഇവിടെ വെച്ചാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഡോം ഓഫ് ദ റോക്കിന് മുകളിൽ എല്ലാ പ്രൗഢിയോടും കൂടി തലയുയർത്തി നിൽക്കുന്ന ഈ സ്വർണ്ണ താഴികക്കുടം ഏകദേശം 5000 സ്വർണ്ണ ഫലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ജോർദാൻ രാജാവായ കിങ് ഹുസൈനാണ് ഇത് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ലണ്ടനിലുള്ള ഒരു വീട് വിറ്റതിൻ്റെ മുഴുവൻ പണവും ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.